ഹരി ഓം. പ്രിയ ഗുരുവിനും സഹസാധകർക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഗുരുദാസിന്റെ ആത്മപ്രണാമം. ഗുരുപാദങ്ങളിൽ വീണ്ടും സമർപ്പണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സമയത്തിൻ്റെ ഒരംശം അപഹരിക്കേണ്ടി വന്നതിൽ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വീണ്ടും കബീർദാസ് ജിയിലേക്ക്. ഈ ലോകത്ത് നമ്മൾ അവതരിച്ചപ്പോൾ എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. നമ്മളെല്ലാം ഓരോ അവതാരങ്ങളാണ്. വളരെ ഗൗരവമായിട്ടാണ് ഞാൻ പറയുന്നത്. പരമാത്മാവിൻ്റെ അംശവാഹകരായ നമ്മൾ അവതാരങ്ങൾ തന്നെയാണ്. അങ്ങനെ ഈ ഭൂമിയിലേക്ക് നമ്മളെ അദ്ദേഹം പറഞ്ഞയച്ചത് നിർമ്മലമായ ഒരു ശരീരത്തോടും പരിശുദ്ധമായ ആ ആത്മാവിൻ്റെ ഒരംശവും പേറിയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അദ്ദേഹം പറഞ്ഞയച്ചത്. ഗുരു പഠിപ്പിച്ചതുപോലെ ഈ അവതാരം ഇവിടെ അവതരിക്കുന്ന ആദ്യ നിമിഷം അല്ലെങ്കിൽ ആദ്യത്തെ ശ്വാസമെടുക്കുമ്പോൾ യോഗമായ അതിൻ്റെ പൂർവ പ്രഭാവത്തോടുകൂടി ആ ജീവാത്മാവിലേക്ക് സന്നിവേശിക്കും എന്നാണ് സങ്കല്പം. എന്നാൽ തൻ്റെ പ്രഭവത്തെക്കുറിച്ച്, തൻ്റെ സോഴ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഈ ജീവാത്മാവ് യോഗമായയുടെ പ്രഭാവത്തെ തടഞ്ഞു നിർത്തുന്നു എന്നാണ്. തടഞ്ഞു നിർത്തുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ജന്മങ്ങളായി താൻ ആർജിച്ചു വന്ന നിഷ്കളങ്കത, സ്വാർത്ഥരഹിതമായ തൻ്റെ യാത്ര, ഇതെല്ലാം കൂടി അതിൽ സന്നിവേശിച്ചിരിക്കുന്നത് കൊണ്ട് യോഗമായയുടെ പ്രഭാവം കുറയും. എന്നാൽ കാലാന്തരത്തിൽ വർഷങ്ങൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ, നിമിഷങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സോഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ബോധം അത് നമ്മളെ വിട്ടുപോവുകയും യോഗമായയുടെ പ്രഭാവം നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ ആവേശിക്കുകയും ചെയ്യും. അങ്ങനെ ആവേശിച്ച് നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾക്ക് വിധിച്ചിട്ടുള്ളത് എത്ര സമയമാണോ, എത്ര നിമിഷങ്ങളാണോ, അത്രയും നിമിഷങ്ങൾ ജീവിച്ചു പോകും. കഥയറിയാതെ ആട്ടം കാണുന്നവനെ പോലെ. അവസാന നിമിഷം ദാ നിന്റെ സമയമായി, എൻ്റെ കൂടെ പോരെ എന്ന് ഭഗവാൻ പറയുന്ന നിമിഷത്തിലാണ് താൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നുള്ള പൂർവ്വധാരണയിലേക്ക് ആ ജീവാത്മാവ് പ്രവേശിക്കുന്നു. തന്നെ വലിയൊരു ലക്ഷ്യവുമായി ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ഭഗവാനോട് താൻ നന്ദികേട് കാട്ടി എന്ന വെപ്രാളത്തോടു കൂടിയാണ് പിന്നെ ആ ജീവാത്മാവിൻ്റെ തിരിച്ചുപോക്ക്. നമുക്ക് തന്ന നിർമ്മലമായ നമ്മുടെ ശരീരം യാതൊരുവിധ കേടുപാടുകളുമില്ലാതെ ചെഞ്ചുമപ്പായി ജനനമെടുക്കുന്ന നമ്മൾ നമ്മുടെ സ്വാർത്ഥ ചിന്തതയുടെയും നിഷ്കളങ്കത ഇല്ലായ്മയുടെയും അല്ലെ സ്വാർത്ഥവുമായ ഒരു ജീവിതം നയിക്കുന്നതിലൂടെ തന്ന ശരീരത്തെ കേടുപാടാക്കി തിരിച്ചു ചെല്ലാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അത് ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശമാണ് കബീർദാസ് ജി തൻ്റെ ഈ കവിതയിലൂടെ നമുക്ക് തരുന്നത്. എങ്ങനെയാണോ ഈ ശരീരം നമുക്ക് തന്നത്, നമ്മളെ ഗുരുക്കന്മാർ പഠിപ്പിക്കും ശരീരമല്ലെങ്കിൽ നശ്വരമാണ്, പക്ഷേ ആത്മാവാണ് സത്യം, പരമാത്മാവാണ് റിയാലിറ്റി എന്ന് പഠിപ്പിക്കുമ്പോഴും ആ പരമാത്മാവിനെ ഈ ഭൗതിക ലോകത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുവാൻ
ഒരു പുതപ്പ്, ഒരാവരണം ആവശ്യമാണ്. ആ പുതപ്പ് എത്രമാത്രം കൃത്യതയോടുകൂടി നമ്മൾ ആവരണം ചെയ്ത് ആ ആത്മാവിന്, ആ ശരീരത്തിനൊരു കോട്ടവും കൂടാതെ തിരിച്ചു കൊടുത്തോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇവിടെ ചതരിയ ചീനി രേ ജീനി, രാമനാം രസുഭീനി ചതരിയ ചീനി രേ ജീനി. ഒരു പുതപ്പാണ് ശരീരം. ഏറ്റവും കൂടുതൽ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ, ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി വായുവിൻ്റെ സംക്രമണം കൂട്ടുന്നത് പോലെ, ഈ പുതപ്പ്, ശരീരമാകുന്ന ഈ പുതപ്പ്, അതിനെക്കുറിച്ചാണ് നമ്മളോട് കബീർദാസി സംസാരിക്കുന്നത്. രാമനാമത്തിൽ തുന്നിയെടുത്ത ഈ പുതപ്പ്, ഈ ആവരണം, ആ ആവരണത്തിൻ്റെ ഗുരു പറയുന്നത് പോലെ എന്താണ് എന്ന അന്വേഷണം, അതാണ് കബീർദാസി നടത്തുന്നത്. എന്താണ് ഈ ആവരണത്തിലുള്ളത്, എന്താണ് ഇതിൻ്റെ മഹിമ? അങ്ങനെ അതിൻ്റെ ഒരു അന്വേഷണം വരുമ്പോൾ കബീർദാസി പറയുന്നു, കബീര ജബ് ഹം പൈദാ ഹുയെ ജഗ് ഹസേ ഹം റോയെ ഐസി കർണികർ ചലോ. ഞാനിവിടെ ജനിച്ചപ്പോ ലോകം മുഴുവൻ ചിരിച്ചു. അച്ഛനും അമ്മയും സന്തോഷിച്ചു, അപ്പൂപ്പനും അമ്മൂമ്മയും സന്തോഷിച്ചു, അടുത്ത ബന്ധുക്കൾ സന്തോഷിച്ചു, എല്ലാവരും ചിരിച്ചു. ഞാനിവിടെ ജനിച്ചപ്പോ എല്ലാവരും ചിരിച്ചു. അപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരുന്നു. വളരെ സിമ്പിളായിട്ട് കബീർദാസ് നമ്മളോട് പറയുന്നത്, ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാർ ശരിക്ക് കരയണം, ശരിക്ക് കരയിപ്പിക്കണം അവർ. എങ്ങനെയാണ് അവർ കരയുന്നത്? ഒന്നുകിൽ ഉള്ള വസ്തുവും എഴുതി തരാതെ പോയി എന്ന് പറഞ്ഞ് തലതല്ലി കരയണം. ഇല്ലെങ്കിലോ ഈ ലോകത്ത് മുഴുവൻ ഗുരുവിനെ വഴികാട്ടിയായി സ്വീകരിച്ച് അതിൻ്റെ പ്രഭാവം തൻ്റെ ഉള്ളിലേക്കെടുത്ത് തൻ്റെ ചൈതന്യത്തെ പുഷ്ടീകരിച്ച് ഈ ലോകത്തിന് പകർന്നു കൊടുത്ത മഹാത്മാവ് സമാധിയാകുമ്പോൾ സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഉള്ളിൽ നിന്ന് വീഴുന്നത് പോലെ ഈ ലോകം മുഴുവൻ കരയണം. കബീർദാസി പറഞ്ഞു, ഞാൻ അങ്ങനെ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് അദ്ദേഹം അങ്ങനെ തന്നെ ഒരു ജീവിതം നയിച്ചു. അപ്പോൾ അങ്ങനെ നയിച്ച് ഈ ലോകം മുഴുവൻ എന്നെ ഓർത്ത് വിലപിക്കുന്ന രീതിയിൽ, ഒരു തണൽ മാറിപ്പോയ അവസ്ഥയിൽ ആശങ്കാകുലരായ ഒരു സാധക ലോകം വിലപിക്കുന്നത് പോലെയാകണം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴും എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് ഈ ശരീരം തുന്നിയെടുത്തത്? അഷ്ട കമൽക്ക ചർക്കാബനായ. ഏത് വസ്ത്രം തുന്നണമെങ്കിലും ചർക്ക വേണം, വേണ്ടേ? മഹാത്മാഗാന്ധിയും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ചർക്ക ഉണ്ടാക്കിയത് അഷ്ടചക്രങ്ങൾ കൊണ്ടാണ്. യോഗയിൽ പറയുന്ന 8 സ്ഥാനങ്ങൾ, അതുകൊണ്ടാണ് ഈ ചർക്ക ഉണ്ടാക്കിയത്. അതിനെ അഷ്ടവൈരികളെന്നോ നമുക്ക് ഏത് രീതിയിൽ കാണാമോ അങ്ങനെ കാണുക, എല്ലാം അതിലടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ആ ചർക്ക അഷ്ടകമൽക്ക ചർക്ക ബനായ പഞ്ചതത്വകി പുണ്യ പുണ്യ 9-10 മാസ് ബുനൻക മുരൻഗോലക. അവിടെ ചർക്കയിൽ നൂൽക്കണം, നൂല് വേണം. നമ്മുടെ ശരീരം ഉണ്ടാക്കിയ നൂല് അഷ്ടചക്രങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 8 ഇതളുകളുള്ള പനിനീർ പൂവ് കൊണ്ട് ഒരു ചർക്കയുണ്ടാക്കി. ആ ചർക്കയിൽ ഉപയോഗിക്കേണ്ടുന്ന നൂല്, ചരട്
പഞ്ചതത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കി. ശരിയല്ലേ? നമ്മളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്, ഒരു സംശയവുമില്ല. സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചൈതന്യം പോയി 2 ദിവസം വെച്ചിരുന്നാൽ മതി. ജലം ജലമായും പോകേണ്ടതെല്ലാം ആ വഴിക്കെല്ലാം തിരിഞ്ഞു പോക്കോളും, അല്ലേ? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടുമ്പോൾ ജലം ഉണ്ടാകുമോ? ജലത്തെ കാണാനാണെങ്കിൽ ജലത്തെ കാണാം, അതിലെ ഹൈഡ്രജനെ കാണാനാണെങ്കിൽ ഹൈഡ്രജനെ കാണാം, ഓക്സിജനെ കാണാനാണെങ്കിൽ ഓക്സിജനെ കാണാം. അപ്പൊ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അർത്ഥം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ എൻ്റെ ശരീരം നശ്വരമാണ്, എന്നാൽ വിലപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് വിലപ്പെട്ടതാവുന്നത്? നമ്മുടെ ശരീരം വിലപ്പെട്ട നമ്മുടെ ശരീരത്തിൽ നമ്മൾ ലൗകിക ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ അതേപോലെയുള്ള തമോ ഗുണ ചിന്തകൾ കൊണ്ട് അതിനെ വശംവദമാക്കി നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തിരിച്ചു വിടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ പഞ്ചതത്വങ്ങൾക്ക്, ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിന്റെ ഇക്വേഷൻ, സമവാക്യം തെറ്റും. നമ്മളോട് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, സാധന ചെയ്യണം, ഇരുന്ന് സാധന ചെയ്യണം. കോസ്മിക് എനർജി നമ്മുടെ മൂർധാവിലൂടെ വന്ന് ശരീരമാകബലം വ്യാപിക്കണം. കൃത്യമായ ബോധത്തോടെയുള്ള സാധന മൂലം വരുന്ന കോസ്മിക് റൈസ് ഈക്വലായിട്ട് സമമായി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപരിച്ചാൽ അസുഖങ്ങൾ ഉണ്ടാവില്ല. എങ്ങനെയാണോ ഇതിനെ തന്നത് അതുപോലെ തന്നെ നമുക്ക് അതിനെ സുരക്ഷിതമായി നിർത്താൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഈ ശരീരം, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ ഈ ശരീരം, അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ നിർമ്മിക്കാൻ എടുത്ത സമയമോ, നമ്മൾ എവിടെ നിന്ന് വന്നോ ആ ബോധം സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ ആലയം. ഈശ്വരൻ അതിൽ പങ്കില്ല. നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഈശ്വരന് യാതൊരു പങ്കുമില്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗർഭപാത്രത്തിന്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഗർഭപാത്രത്തിൽ നമ്മൾ പ്രവേശിച്ച് പഞ്ചഭൂതങ്ങളെ കൊണ്ട്, അഷ്ടകമലത്തെ കൊണ്ട് 9ഉം 10ഉം മാസങ്ങളെടുത്താണ് ഈ പുതപ്പ് പൂർണ്ണമായി തുന്നി ചേർത്ത് യാതൊരു വിധമായ കുറ്റങ്ങളുമില്ലാത്ത ഉപയോഗയോഗ്യമാക്കി മാറ്റുന്നത്. जब मोरे चदरिया बनकर आए रंग रेज को देने ऐसा रंग रखो रंग जीना पूरा रखाना बीണ. അങ്ങനെ പഞ്ചഭൂതാത്മകമായ ഈ ശരീരം പുറത്തു വന്നപ്പോ ഞാൻ അതൊരാളെ ഏൽപ്പിച്ചു എന്നാണ്. എന്തിനാണ്? കുളിപ്പിക്കാനായ വേണം, കൊണ്ട് നടക്കാൻ അമ്മ വേണം, പരിപൂർണമായി ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ തഴക്കവും പഴക്കവുമുള്ള മുത്തശ്ശി വേണം, പേരമ്മ വേണം. ഇവരൊക്കെ എന്താണ് സ്നേഹവാത്സല്യങ്ങളോടുകൂടി ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ ജീവിച്ചു വരുന്നതനുസരിച്ച് ഇവർ ഓരോരുത്തരും അകന്നുകൊണ്ടേയിരിക്കും. ജനിക്കുമ്പോഴോ ഇവരെല്ലാം ഉണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ നമ്മൾ ജനിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ ക്ലൈമറ്റ്, നശ്വരമായ ഈ ഭൗതിക ലോകത്തിൻ്റെ ചായ്മാനം, അതിൻ്റെ രീതി, അതിൻ്റെ യാത്ര, അതിൻ്റെ പാത ഒരിക്കലും ആർക്കിഷ്ടപ്പെടില്ല, ആർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. ഈ ജീവാത്മാവ് കൊണ്ടുവരുന്ന ചെറിയ ശരീരത്തിന് പറ്റില്ല. അതുകൊണ്ട്
ഇവിടെ ഈ ജീവാത്മാവിന് വേണ്ടി റെഡിയാക്കി വച്ചിരുന്ന ശരീരമാകുന്ന ഈ പുതപ്പ് ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. തുന്നാനും അതിനനുസരിച്ച് തുന്നാനും തുന്നി പുതപ്പിക്കാനും ആവരണം ചെയ്ത് അതിനെ യാതൊരു കേടുപാടുകളും കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. ഇവിടെ അവതരിക്കുന്ന ഓരോ ജീവാത്മാവിൻ്റെയും ചോദ്യം ഇതാണ്: ആരെയാണ് നിങ്ങൾ അത് ഏൽപ്പിച്ചത്? കബീർദാസ് ഈശ്വരനെ ഏൽപ്പിച്ചു. കബീർദാസ് അത് ഈശ്വരനെ ഏൽപ്പിച്ചു. ഈശ്വരനാകുന്ന ചായമടിക്കാരനെ ഏൽപ്പിച്ചു എന്ന്. അങ്ങനെ ഈശ്വരനാകുന്ന പെയിന്ററെ ഇത് ഏൽപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വൈവിധ്യമാർന്ന വർണ്ണങ്ങൾ കൊണ്ട് ഈ ലോകത്തിന്റെ ക്ലൈമറ്റിനനുസരിച്ച് പ്രതിരോധിക്കാൻ തക്ക രീതിയിലുള്ള ഒരു നല്ല പുതപ്പ് നല്ല കളർഫുള്ളായിട്ട് നിർമ്മിച്ചു എന്ന് ഈശ്വരൻ. അപ്പോ ആ ജീവാത്മാവിന്റെ സുരക്ഷിതത്വം പൂർണ്ണമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ജബ് മോരി ചതരിയ ബെൻഗറായി രംഗ് രേജ് എന്ന് പറഞ്ഞാൽ ആ പെയിന്റ് അടിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. രംഗ് രേജിക്കോ ദീനി ഐസ രംഗ് രഖോ രംഗ് ദീന പൂര രഖാന ബീണി. ഇവിടെ ഏൽപ്പിച്ച ആൾ, ആ ആള് ഈശ്വരനായിരുന്നു. നമ്മൾ ഓരോരുത്തരും അത് ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? അവിടെയാണ് ഗുരു ഉദയം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും നേരത്തെ ഏൽപ്പിച്ചാൽ അത്രയും കൂടുതൽ ജോലി കുറഞ്ഞിരിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഈ ലോകത്തിന് അടിപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയൂ. എന്നാൽ ഈ ലോകത്ത് ജീവിച്ച് ഒരു ജനതയെ മുഴുവൻ നയിക്കുന്ന ഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് നമ്മൾ ആ പുതപ്പിന്റെ നിർമ്മാണം ഏൽപ്പിച്ചാൽ അത് ആ പുതപ്പ് എന്തൊക്കെ ചായങ്ങളായിരിക്കും നമ്മുടെ ഗുരു അതിനകത്തിൽ ചേർത്ത് വയ്ക്കുക? ആദ്യം ചേർത്ത് വയ്ക്കുന്നത് ഭക്തി നിറയ്ക്കും. അതിൽ കളർഫുള്ളായിട്ടുള്ള ഭക്തി നിറയ്ക്കും. പിന്നീടോ ജ്ഞാനവും നിറയ്ക്കും. ജ്ഞാനം എന്ന് പറയുമ്പോൾ PhD എടുത്തവൻ ഡോക്ടറാകാം, നന്നായിട്ട് പഠിച്ചാൽ ടീച്ചറാകാം, നന്നായിട്ട് വർക്ക്ഷോപ്പിൽ പണിയെടുത്താൽ നല്ല ക്രൂവാകാം, നല്ല മെക്കാനിക്കാകാം. നല്ല ശില്പിയാകണമെങ്കിലോ നമ്മൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാകണമെന്ന് മാത്രമല്ല, ഇത് കേവലം നിർമ്മിതിയാണെന്നും ആ നിർമ്മിതി എത്രമാത്രം സുരക്ഷിതമാകണമെന്നുമുള്ള ചിന്തയുണ്ടാകണം. അങ്ങനെയുള്ള ചിന്തയുണ്ടാകുമ്പോൾ അവിടെ ജ്ഞാനം ആവശ്യമായി വരും, അവിടെ ഭക്തി ആവശ്യമായി വരും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തിലൂടെയാണോ പോകേണ്ടത് അതിനെക്കുറിച്ച് പൂർണ്ണ ജ്ഞാനമാർജിച്ച ഒരാളുടെ സഹായം ആവശ്യമായി വരും. അങ്ങനെ പൂർണ്ണ ജ്ഞാനം ആർജിച്ച ഒരാളുടെ സഹായം ആവശ്യമാണെങ്കിൽ ടീച്ചർമാരെ കിട്ടണമെങ്കിൽ ട്യൂഷൻ കാശ് കൊടുത്താൽ മതിയായിരിക്കും. ഇല്ലേ? സ്പെഷ്യൽ ട്യൂഷനുണ്ട്, പല വിധത്തിലുള്ള ട്യൂഷനുണ്ട്. കാശിനനുസരിച്ച് നമുക്ക് ട്യൂഷൻ കിട്ടും. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന അനുഭവിച്ചറിഞ്ഞു വരുന്ന ഒരാളെ കിട്ടണമെങ്കിലോ അവിടെ നമ്മുടെ മെറിറ്റായി വരേണ്ടത് നമ്മുടെ സമർപ്പണമാണ്. ജോലിയോടുള്ള നമ്മുടെ സമർപ്പണം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഗുരു നമുക്ക് തരുന്നത്. ജ്ഞാനവും ഭക്തിയും. ജ്ഞാനത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലേ?
ഗുരുവിന്റെ ധർമ്മം എന്താണ്? കടല് കാണാത്തവന് ഒരു ഗ്ലാസിനകത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെപ്പിച്ചിട്ട് ഇതിന്റെ ഗുണങ്ങളെല്ലാം പഠിപ്പിക്കുന്ന വലിയ ജോലിയാണ് ഗുരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉപ്പുണ്ട്, ഇത് ലവണാംശമുണ്ട്, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്. എത്ര നാൾ ഗുരു നമ്മളോട് പറഞ്ഞാലും നമ്മൾ ആ കടൽ കാണാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ, കടലിൽ തുടരെ ഉണ്ടാകുന്ന തിരകൾ അത് കടലിൻ്റെതല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ത്വര നമ്മളിൽ ഇല്ല എങ്കിൽ, കടലിന്റെ അഗാധതയിൽ നിശ്ചലത മാത്രമാണ് എന്ന സത്യം അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ജ്ഞാനം അഹങ്കാരത്തിന്റെ അജ്ഞാനമായി മാറും, ഭക്തി വിഭക്തിയായി മാറും. മേൽപ്പത്തൂരിനോട് പറഞ്ഞതുപോലെ ഭഗവാൻ നമ്മളോട് പറയേണ്ടി വരും, നിന്റെ വിഭക്തിയല്ല പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്ക് ആവശ്യമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടി വരും ഗുരു. ആർജിച്ചതൊന്നും നമ്മളുടേതല്ല. അതുകൊണ്ട് തന്നെ ഗുരു പറയുന്നത് പോലെ ഒരു ചാലക ശക്തിയായി നിന്നുകൊണ്ട് നമ്മളിലൂടെ ഇതിനെ ഇങ്ങനെ ഒരു തടസ്സവും കൂടാതെ കടത്തിവിടണം. ആ ജ്ഞാനത്തെ, ഭക്തി, നമ്മളിലുണ്ടാകുന്ന ഭക്തിയെ ലോകത്തിന് അതുപോലെ കൊടുക്കണം. നമ്മൾ ഭക്തനാണ് എന്ന് പറഞ്ഞ് വേഷവിധാനങ്ങൾ അണിഞ്ഞ് നടന്നാൽ ഭക്തി ആകില്ല. ആ ഭക്തിയെ പൂർണ്ണ മനസ്സോട് നമ്മൾ ദാനം ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോ ഞാൻ ഏൽപ്പിക്കുന്ന, കബീർദാസ് പറയുന്നു, ഞാൻ ഏൽപ്പിക്കുന്ന ആൾ എനിക്ക് തന്നത് ഈ പൂർണ്ണമായ ജ്ഞാനവും ഈ പൂർണ്ണമായ ഭക്തിയുമാണ്. ഭക്തിയിൽ ഭാഷയില്ല എന്ന് പൂന്താനം പറയുമ്പോൾ ഭാഷ എങ്ങനെ ഇരിക്കണം എന്നാണ് പൂന്താനം നമ്മളോട് പറയുന്നത്. ഉള്ളിൽ നിന്ന് വരണം ഭാഷ. വ്യാകരണം പഠിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. മന്ത്രങ്ങളല്ല, മന്ത്രങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് നിശബ്ദനാകുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലെ ഭക്തി പ്രോജ്വലിക്കുകയുള്ളൂ. അപ്പോഴേ ഗുരു നമ്മളോട് കരുണയുള്ളവനായി മാറുകയുള്ളൂ. അങ്ങനെ സമർപ്പണം ചെയ്താലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളെ തീണ്ടാതിരിക്കും എന്നാണ്. ജീവിതം വളരെ വളരെ നല്ല ഒഴുക്കോടുകൂടി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചാദർ ഓം शाखा मत करिए, 2 दिन तुमको जीने, मूर्ख लोग फेद नहीं जाने, दिन दिन मैले कीने. चादर ओम शाखा मल करिए. ആ പുതപ്പ് നമ്മളായിട്ട് നശിപ്പിക്കരുത് എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മളായിട്ടത് നശിപ്പിക്കരുത് എന്ന് പറയുന്നത്? ഇത്രയും പ്രധാനപ്പെട്ട വസ്തുക്കളെ കൊണ്ട് നെയ്തെടുത്ത്, ചർക്കയിൽ വെച്ച് നെയ്തെടുത്ത് നമ്മുടെ ഈ ജീവാത്മാവിനെ പുതപ്പിച്ച് നമുക്ക് സുരക്ഷിതമാക്കി നിർത്തുന്ന ഈ പുതപ്പിനെ നമ്മളായിട്ട് കളങ്കമാക്കരുത്. കാരണം 2 दिन तुमको जीने, ഇവിടെ കേവലം 2 ദിവസം നിനക്ക് ജീവിച്ചാൽ പോരെ എന്നാണ് കബീർദാസ് ചോദിക്കുന്നത്. അല്ലേ? അതിനപ്പുറം നമ്മൾ ജീവിക്കുന്നുണ്ടോ? ഇല്ല. 90 വയസ്സ് വരെ ജീവിച്ചാലും 80 വയസ്സ് വരെ ജീവിച്ചാലും 10 വയസ്സ് വരെ ജീവിച്ചാലും ജീവിക്കുന്ന സമയം ഇതെല്ലാം അറിഞ്ഞ് ജീവിക്കുന്നില്ല എങ്കിൽ കേവലം നിമിഷങ്ങളിലേക്ക് വേണ്ടിയാണ് നീ ഇവിടെ ഈ ജന്മമെടുത്ത് ജീവിക്കുന്നത്. ആ നിമിഷങ്ങളുടെ വ്യാപ്തി നിനക്കറിയില്ല എങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ് എന്നാണ് ചോദ്യം. അല്ലേ? നമ്മളെല്ലാം എന്നും ജീവിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ ലോകത്ത് നമ്മൾ എന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ മരണം വീട്ടിൽ പോയാൽ കണ്ണീര് പൊഴിക്കും. അയ്യോ അങ്ങ് പോയല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുകയാണ്, നീ അങ്ങ് പോയല്ലോ എന്നാണ് അർത്ഥം. അല്ലേ? ഞാനിവിടെ നിൽക്കുകയാണ്, നീ അങ്ങ് പോയല്ലോ എന്ന്. അതിലെ കരയുന്നുള്ളൂ. ഇല്ല പിന്നെ കരേണ്ട കാര്യമുണ്ടോ? ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൂടെ ഞാനും ഉണ്ട്, നീ ശേഷം നേരത്തെ ആയിപ്പോയി, നീ ഭാഗ്യവതിയാണ്, പുറകെ ഞാനും വന്നോളാം എന്ന് പറഞ്ഞാൽ പോരെ, കരയേണ്ട കാര്യമുണ്ടോ?
അപ്പം നമ്മളിവിടെ ഈ ജീവിതം മുഴുവൻ ഇവിടെ നിൽക്കുമെന്നും ബാക്കിയെല്ലാം അസ്ഥിരമാണെന്നുമുള്ള ചിന്ത വിട്ടിട്ട് കേവലം 1, 2, 3 നിമിഷങ്ങളിലേക്ക്, വിനാഴികകളിലേക്ക് ഇവിടെ നമുക്ക് തന്നതാണ് ഈ ജീവിതം എന്ന പൂർണ്ണബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിലോ നേരത്തെ പറഞ്ഞ ജ്ഞാനത്തിനും ഭൗതികതയ്ക്കും പകരം നമ്മൾ എന്തു നിറയ്ക്കും? അതിൽ സ്വാർത്ഥത നിറയ്ക്കും, ലൗകികത നിറയ്ക്കും. രാധയുടെ കൃഷ്ണനോടുള്ള പ്രണയമല്ല, അലൗകികതയല്ല, അത് അലൗകികതയാണ്. ആ അലൗകികതയല്ല നമ്മൾ നിറയ്ക്കുന്നത്. ശരീരം നോക്കി ആ ശരീരത്തിന്റെ ആയുസ് വലുതാണ് എന്ന് ധരിച്ചിട്ടാണ് നമ്മൾ ലൗകികത നിറയ്ക്കുന്നത്. അങ്ങനെയല്ല. രാധയുണ്ടെങ്കിൽ കൃഷ്ണനുമുണ്ട്. കൃഷ്ണൻ അവതരിക്കണമെങ്കിൽ രാധ മുന്നേ പോകണം എന്ന ധാരണയോടുകൂടി രണ്ടും ഒന്നാണ് എന്ന സങ്കല്പത്തിൽ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആ ലൗകികതയും ആ സ്വാർത്ഥതയും എല്ലാം കൂടി ചേർന്നിട്ട് നേരത്തെ പറഞ്ഞ ഇത്രയും മഹനീയമായ ഈ ആവരണം ഇല്ലാതാക്കും, വികൃതമാക്കും. പക്ഷേ അങ്ങനെ വികൃതമാക്കും, അഴുക്കതിൽ നമ്മൾ നിറച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ധ്രുവ് ഇങ്ങനെയുള്ള ഈ ആവരണം അണിഞ്ഞ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എന്നാണ്. അവരെ നമ്മൾ നോക്കണം, അവരെ നമ്മൾ അറിയണം. ആരൊക്കെയാണ്? ധ്രുവ്, പ്രഹ്ലാദ്, സുദാമ, ഹേമോടി, സുഖദേവനെ, നിർമ്മൽ की, दास कबीर ने, हसी ओडी, जोगी क्यों थर दीचदरिया. ഈ ഡ്രസ് കൃത്യമായി ഈ ലോകത്ത് എടുത്തണിഞ്ഞ ഒരുപാട് മഹാത്മാക്കൾ ഉണ്ട്. ധ്രുവൻ അല്ലേ? ധ്രുവനെ പ്രചോദിതമായി മാറിയതാണ് തൻ്റെ അമ്മയും താനും അനുഭവിക്കുന്ന നിത്യദുഃഖങ്ങളെല്ലാം കരഞ്ഞ് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അലസമായി പറഞ്ഞു, നാരായണൻ നിന്നെ രക്ഷിച്ചോളൂ. അത് മതിയായിരുന്നു ധ്രുവന്. പിന്നെ ധ്രുവൻ അന്വേഷിച്ചത് ആരെയാണ്? അമ്മയെയല്ല, അച്ഛനെയല്ല, നാരായണനെയാണ്. അവന്റെ മാർഗത്തിൽ സാക്ഷാൽ നാരദൻ പോലും വന്നു എന്ന് പറഞ്ഞു, നിനക്ക് തലയ്ക്ക് സുഖമാണ്, നീ പോകരുത്. പക്ഷേ ധ്രുവന് നാരായണനെ കാണണം. ദൃഢത, ഐക്യം, ഏകാത്മത, അതെല്ലാം ആ ധ്രുവന്റെ ജീവിതത്തിന് തെളിവാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ദർശനം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്. പൂർണ്ണമാകുന്നവനെ പൂർണ്ണതയോടുകൂടി ഏറ്റെടുക്കുക പൂർണ്ണമായതിൻ്റെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് ധ്രുവൻ ഈ ഡ്രസ്സ് കൃത്യമായി അണിഞ്ഞ് അത് മഹനീയമായി സൂക്ഷിച്ച് അതേപോലെ. എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിരുന്നോ? ഒരു കേടുപാടും പറ്റിയിരുന്നില്ല. അതേപോലെ പൂർണ്ണമായി ഭഗവാൻ നൽകി, തിരിച്ചു നൽകി. അതേപോലെ പ്രഹ്ലാദൻ അല്ലേ, നീ എൻ്റെ നാമം ജപിച്ചാൽ മതി, ഓം ഹിരണ്യകശിപേ നമഃ എന്ന് തന്നെ ജപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ലോകം മുഴുവൻ അത് ജപിച്ചു. ജപിക്കാത്ത ഒറ്റയാളെ ഉള്ളായിരുന്നു, അതായിരുന്നു നമ്മുടെ പ്രഹ്ലാദൻ. ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞിട്ടും പ്രഹ്ലാദന്റെ നാവിൽ ഓം നമോ നാരായണായേ വന്നുള്ളൂ. അവസാനം പരീക്ഷണമാണല്ലോ, എല്ലാ നിരീശ്വരവാദികളും ചെയ്യുന്ന പരീക്ഷണം. പ്രഹ്ലാദനോട് ഹിരണ്യകശിപുവും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിന്റെ ദൈവം, നിന്റെ നാരായണൻ നീ പറയുന്നുണ്ടല്ലോ എല്ലായിടത്തും ഉണ്ട്, നീ തൂണിലുണ്ടോ? ഒരു സംശയവും പ്രഹ്ലാദനില്ലായിരുന്നു. ഉണ്ട്, അച്ഛനൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അതുണ്ടെങ്കിൽ ചത്തുപോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രഹരിച്ചത് അല്ലേ? നരസിംഹമൂർത്തിയുടെ കോപമടക്കാൻ പ്രഹ്ലാദന്റെ നിഷ്കളങ്കത ആവശ്യമായി വന്നു. ദേവന്മാർ മുഴുവൻ, ത്രിമൂർത്തികൾ മുഴുവൻ പാദം പണിഞ്ഞിട്ട് പോലും നരസിംഹമൂർത്തിയുടെ ക്ഷോഭത്തെ അണക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് പ്രഹ്ലാദന്റെ നൈർമല്യം അത് കണ്ട മൂർത്തി തൻ്റെ മടിയിലേക്ക് പ്രഹ്ലാദനെ ഇരുത്തി വളരെ സന്തോഷത്തോടു കൂടി അവനെ താരാട്ടുപാട്ടി. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് സുദാമാവ് അല്ലേ? നിവർത്തിയില്ല. സാധാരണ ഒരു ഗൃഹസ്ഥ ചെയ്യുന്ന അതേ കർമ്മം ആ ഗൃഹസ്ഥയും ചെയ്തു. ഓ, നിങ്ങളുടെ സുഹൃത്ത് ഇത്രയും വലിയ പണക്കാരനല്ലേ, ദ്വാരകയുടെ അധിപതിയല്ലേ, പോയി എന്തെങ്കിലും ചോദിച്ച് മേടിച്ചിട്ടോ, പിള്ളേർ ജീവിച്ചു പോട്ടെ,
പട്ടിണിക്കിട്ട് കൊല്ലാതെ. അപ്പോഴും കുചേലൻ പറഞ്ഞു, ശരിയല്ല, നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് ഭഗവാൻ നമുക്ക് തരും. ചുമ്മാ അതും ഇതും പറഞ്ഞാൽ പിള്ളേരുടെ വയറ് നിറയത്തില്ല, പൊക്കോണം എന്ന് പറഞ്ഞപ്പോഴാണ് നിവർത്തിയില്ലാതെ ഭഗവാന്റെ ആത്മസുഹൃത്ത് ആ കുടിൽ വിടുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് ഭഗവാനോടുള്ള സ്നേഹം. ഇത്രയും നാൾ കൂടി കാണുന്നു, എന്തെങ്കിലും ഭഗവാന് കൊടുക്കണം, വെറുതെ എങ്ങനെയാണ് ചെല്ലുന്നത്? അപ്പൊ പറഞ്ഞു, വഴിയുണ്ട്, പെറുക്കിയെടുക്കാത്ത ഫിൽറ്റർ ചെയ്യാത്ത അവലുണ്ട്, അത് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ അവലുമായിട്ടാണ് സുദാമാവ് അവിടെ ചെല്ലുന്നത്. എന്തൊക്കെ ത്യാഗങ്ങൾ, എന്തൊക്കെ വേദനകൾ സുദാമാവിന്. സെക്യൂരിറ്റിക്കാര് പുറത്തേക്ക് കടത്തിയത് പോലുമില്ല, അകത്തേക്ക് കടത്തിയത് പോലുമില്ല. സാക്ഷാൽ ഭഗവാൻ സെക്യൂരിറ്റി ആയി വന്ന് കുചേലനെ കൊണ്ടുപോയി പാദം കഴുകി. സകലതും കുചേലൻ കൊണ്ടുവന്ന തപസ്സിന്റെ പുണ്യത മുഴുവൻ ഭഗവാൻ കഴിക്കുമെന്ന അവസ്ഥയായപ്പോ അവസാനം രുക്മിണി ദേവിക്ക് മനസ്സിലായി, രണ്ടാമത്തേത് കഴിച്ചാൽ താനടക്കമുള്ള സകല ആൾക്കാരും കുചേലന് ദാസ്യവൃത്തി ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോ തടഞ്ഞു. ഇനി ചെയ്യല്ലേ ഭഗവാനെ എന്ന് അപേക്ഷിച്ചു. ഭക്തി, ജ്ഞാനം. എന്താണ് കുചേലന്റെ ജ്ഞാനം? എല്ലാം അവിടുന്നാണ്, അവിടുന്ന് ഇതെല്ലാം അറിയുന്നു എന്ന ജ്ഞാനം. ഭക്തി, കുട്ടികൾ പോലും എനിക്ക് അന്യമാണ്, എനിക്കുള്ളത് എൻ്റെ ഭക്തി മാത്രം ഭഗവാൻ എന്ന് ധാരണ. ഇങ്ങനെയുള്ള ഭക്തിയുടെ പ്രതീകങ്ങൾ ഈ പുതപ്പണിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. ഈ പുതപ്പ് കൊണ്ട് തപം ചെയ്ത് ശുഗമഹർഷി ഈ ഭാരതത്തിന്റെ ജാതകം തന്നെ മാറ്റി എഴുതി. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും കബീർദാസ് പറയുന്നത്, ഞാൻ ഒറ്റ കാര്യമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. എന്താണ്? എന്താണോ ഭഗവാൻ ഇങ്ങോട്ട് തന്നത് യാതൊരു കേടുപാടും കൂടാതെ ഞാനിതങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. ഈ ചെറിയ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഈ ചെറിയ കാര്യം മാത്രം, വേറെ ഒന്നും ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. എന്തായിരുന്നു ഭഗവാൻ ഇങ്ങോട്ട് തന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്? നിഷ്കളങ്കത ഉണ്ടായിരുന്നു. നിഷ്കളങ്കതയെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഞാൻ എവിടെ നിന്നു എന്ന് വന്നു എന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതെങ്ങനെയാണ് ഞാൻ വന്നതെന്നും എനിക്കറിയാമായിരുന്നു. അങ്ങനെ അറിയാവുന്ന എന്നെ ഈ ലോകത്തിലേക്ക് ലോകശിക്ഷാർത്ഥം ഭഗവാൻ അയച്ചു എന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ലോകശിക്ഷാർത്ഥമാണ് നമ്മളെ അയച്ച എന്ന ധാരണയോടുകൂടി കബീർദാസ് ചെയ്തതുപോലെ നമ്മളെ ഏൽപ്പിച്ച ഈ ശരീരമല്ല, അങ്ങനെ ധരിക്കരുത്. ശരീരം പ്രായമാകും, പക്ഷേ നമ്മൾ നമ്മുടെ ആത്മാവിനെ ആ പുതപ്പെടുത്ത് പുതപ്പിക്കണം. അഷ്ടകബലം കൊണ്ട് ഉള്ള ചർക്കയിൽ തീർത്ത ഈ പഞ്ചതത്വങ്ങളെ കൊണ്ടുള്ള നൂൽ കൊണ്ടുണ്ടാക്കിയ ഭക്തിയും ജ്ഞാനവും നിറച്ച ആ പുതപ്പ് പുതപ്പിച്ച് സുരക്ഷിതമായി നമ്മളുടെ എവിടെ നിന്നാണോ വന്നത് അദ്ദേഹത്തെ തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ തിരിച്ചേൽപ്പിക്കുവാൻ ഗുരുവിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് മറ്റൊന്നും ആലോചിക്കാതെ ഇന്നത്തെ സത്യങ്ങൾ പറയുന്ന ഗുരുവിനെ നാളത്തെ ഭാഗതയെ നിർണയിക്കുന്ന ആളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാദകമലങ്ങളിൽ പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. അങ്ങനെ പോകാൻ ഓരോ സാധകനും ഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ധ്യാനനിരതയോടെ നിർത്തുന്നു. നന്ദി.